7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ, 3000 കുട്ടികളുള്ള ദാർസൈത്ത് ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന തിരക്ക് ഒഴിവാക്കാനാണ് പോലീസ് സമയമാറ്റമടക്കം നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് സ്കൂൾ അധികൃതർ, മുനിസിപ്പാലിറ്റി അധികൃതർ എന്നിവരുമായി 2 വട്ടം ചർച്ച നടത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാർസൈത്ത് ഇന്ത്യൻ സ്കൂൾ സമയം മാറ്റാൻ തീരുമാനിച്ചത്. ഒരു 6:30 മുതൽ 8:30 വരെ കഴിയുന്നതും റോഡ് ഫ്രീ ആക്കുക. അതായത് കുട്ടികളെ ഒന്നുമില്ലെങ്കിൽ 6:30 മണിക്ക് മുമ്പേ സ്കൂളിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഒരു 8:30 ശേഷം എത്തിക്കുക. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിൻ്റെ സമയത്തിൽ തൽക്കാലം മാറ്റമില്ല. എന്നാൽ ഓരോ സ്കൂളിലേക്കും രക്ഷിതാക്കൾ വന്നുപോകേണ്ട റൂട്ട് പ്രത്യേകം നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലേക്ക് നഗരത്തിൻ്റെ വിവിധ ദിശകളിൽ നിന്ന് എത്തുന്നവർ ദാർസൈത്തിലെ മുനിസിപ്പാലിറ്റിക്ക് സമീപത്തെ റോഡിലൂടെ വേണം സ്കൂളിലെത്താനും തിരിച്ചു പോകാനും. ദാർസൈത്ത് ഇന്ത്യൻ സ്കൂളിലേക്ക് വരുന്നവർ ലുലു ഹൈപ്പർ മാർക്കറ്റിനടുത്ത വഴിയും മേൽപ്പാലവും മാത്രമേ ഉപയോഗിക്കാവൂ. 2 സ്കൂളുകൾക്കുമിടയിലുള്ള നൂർ മസ്ജിദ് പരിസരത്ത് റോഡ് രക്ഷിതാക്കൾ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികൾ എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഒരേ സ്ഥലത്ത് താമസിക്കുന്ന രക്ഷിതാക്കൾ ഒത്തുചേർന്ന് കാർ പൂളിങ്ങോ വാൻ സർവീസോ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സ്വന്തമായി സ്കൂൾ ബസ് സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് നഗരത്തിലെ സ്കൂളുകൾ. ദാർസൈത്ത് ഇന്ത്യൻ സ്കൂളിൽ നടന്ന കാർണിവൽ നഗരത്തിൽ സൃഷ്ടിച്ച വൻ ഗതാഗതക്കുരുക്കാണ് പോലീസിനെ പൊടുന്നനെ നടപടികൾക്ക് പ്രേരിപ്പിച്ചത്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.